കേരളത്തിൽ ചൂടിന് ആശ്വാസമായി ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. നാളെ മുതൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിനിടെ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ വേനൽ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. മുഴുവൻ ജില്ലകളിലും അടുത്ത 4 ദിവസം മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. മുഴുവൻ ജില്ലകളിലും അതുമായി ബന്ധപ്പെട്ട അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നാളെ മുതൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന വേനൽ മഴയാണ് പലയിടത്തും കാലാവസ്ഥയെ ഇപ്പോൾ സ്വാധീനിക്കുന്നത്. വേനൽ മഴ കാരണം പല ജില്ലകളിലും ചൂടിന് കാര്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് ആശ്വാസകരമായ കാര്യം. എങ്കിലും വേനൽക്കാല ജാഗ്രതയിൽ ഒരു കുറവും വരുത്താനാകില്ലെന്ന് അധികൃതരുടെ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ ഇന്ന് വേനൽ മഴ ശക്തമാകാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അതിനിടെ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തിയേക്കും. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും പറയുന്നു. എന്തായാലും ജലക്ഷാമത്തിന്റെ വക്കിലെത്തിയ വേളയിൽ പല ജില്ലകളിലും വേനൽ മഴ എത്തിയിരിക്കുന്നത് പ്രതീക്ഷ പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കും മഴ വലിയ തോതിൽ അനുഗ്രഹമായി. ഇതുകൂടാതെ പടിഞ്ഞാറ് നിന്ന് നീങ്ങുന്ന കാലാവസ്ഥ ഏപ്രിൽ മുതൽ പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതിനുശേഷം കാലാവസ്ഥ ഇന്ത്യയിലേക്ക് കടക്കും. അങ്ങനെയെങ്കിൽ വേനൽ മഴ കടുക്കുമെന്നാണ് പ്രവചനം. അതായത് പടിഞ്ഞാറൻ അസ്വസ്ഥതയുടെ തരംഗം, ശൈത്യകാല മഴയും മഞ്ഞും ആലിപ്പഴ വർഷവും കൊണ്ടുവരുന്ന ഒരു കാലാവസ്ഥാ രീതിയാണിത്. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ വലിയ പ്രദേശങ്ങളിൽ വ്യാപകമായ മഴ പെയ്യുമെന്നാണ് പറയുന്നത്. ശക്തമായ കാറ്റുമുണ്ടാകും. കൂടാതെ ആലിപ്പഴ വർഷവും ഇതിനു മുന്നോടിയായി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വേനൽക്കാലത്തിന്റെ ആദ്യകാല ചൂടിനു പകരം തണുത്തതും ഈർപ്പവുമുള്ളതുമായ കാലാവസ്ഥ കൊണ്ടുവരുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലും മഴ തകർത്തു പെയ്യും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.